കഴിഞ്ഞ ആഴ്ച ഒരു 5 മണി 6 മണി ആ സമയമായിട്ടുണ്ടാവും വൈകുന്നേരം. ആ സമയത്ത് ഒരു 3 വയസ്സുള്ള കുട്ടീനെയും പിടിച്ചിട്ട് എടുത്തിട്ട് പെട്ടെന്നൊരു അമ്മ ഓടി വരികയാണ്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അപ്പോൾ അമ്മ ഭയങ്കര ബേജാറായിട്ടുള്ളത്. കുട്ടി നഴ്സറിയിലൊക്കെ പോകുന്നൊരു കുട്ടിയായിരുന്നു, 3 വയസ്സുള്ള കുട്ടിയാണ്. അപ്പോൾ നഴ്സറി കഴിഞ്ഞ് തിരിച്ച് വന്ന് വീട്ടിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മയുടെ ബ്രദർ ജസ്റ്റ് കുട്ടീനെ ഒന്ന് പിടിച്ച് വലിച്ചതാണ്, എന്തോ ഒരു തമാശയിൽ പിടിച്ച് വലിച്ചതാണ്. അതിനുശേഷം കുട്ടി ഭയങ്കര കരച്ചിലും അതുപോലെ വലത് കൈ തീരെ അനക്കൊന്നുമില്ല. കുട്ടി ഇങ്ങനെ കൈ ചേർത്ത് പിടിച്ചിട്ടുള്ള രീതിയിലാണുള്ളത്. അപ്പോൾ എക്സാമിൻ ചെയ്തപ്പോൾ മനസ്സിലായി ഇത് പുൾഡ് എൽബോ അല്ലെങ്കിൽ നേഴ്സ്മെയ്ഡ്സ് എൽബോ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ ഇവരെ ലിഗമെന്റ്സ് ഒക്കെ കുറച്ച് ലാക്സ് ആയിരിക്കും, ലൂസായിട്ട് ഇരിക്കുന്ന സമയമായിരിക്കും. എന്നാൽ ഈ നമ്മുടെ കൈയുടെ റേഡിയസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോണുണ്ട്. ആ ബോണിന്റെ ഹെഡ് അതിന്റെ നോർമൽ പൊസിഷനിൽ തെറ്റിപ്പോകുന്ന ഒരു കണ്ടീഷനാണ്, കുഴ തെറ്റുക എന്നൊക്കെ പറയാം നമ്മൾ. അത് ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് 90 സെക്കൻഡ്സ് കൊണ്ട് അത് ഡയഗ്നോസ് ചെയ്ത് അത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന, ചെറിയൊരു മാനർ വെച്ചിട്ട് പെട്ടെന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 വയസ്സുള്ള താഴെ കുട്ടികൾ നമ്മൾ കൈപിടിച്ച് വലിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കൈപിടിച്ച് തൂക്കിയെടുക്കുന്ന സമയത്തൊക്കെയാണ് ഉണ്ടാകുന്നത്. അത് ചില കുട്ടികളിൽ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾ എടുക്കുന്ന സമയത്ത് അവരുടെ അണ്ടർആമിൽ പിടിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. കൈപിടിച്ച് വലിക്കുന്നതോ അതുപോലെ കൈപിടിച്ച് തൂക്കിയെടുക്കുന്നതോ ഒക്കെ ഒരു 5 വയസ്സ് താഴെയുള്ള കുട്ടികളിൽ അവോയ്ഡ് ചെയ്യാം. ഓക്കെ, ഇത് വീട്ടിൽ നിന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്. ഇത് അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനെ എക്സ്പെർട്ട് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ടുള്ള മാനുവറിൽ കൂടെ പെട്ടെന്ന് കറക്റ്റ് ചെയ്ത് തരും. ഓക്കെ.